ഇപ്പോൾ തൊട്ട് ഒന്നേന്ന് പഠിക്കാൻ തുടങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥി ഒരു ദിവസം എത്ര മണിക്കൂർ പഠിച്ചാൽ ഈ വരുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും? ഇതുപോലെ നിരവധി സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, അതുപോലെ എത്ര മാർക്ക് മേടിക്കണം, എത്ര റാങ്കിനുള്ളിൽ വരണം. ആദ്യം ഒരു പ്രിലിംസ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ പ്രിലിംസ് പരീക്ഷയുടെ സിലബസ് വെച്ച് പഠിക്കണോ, മെയിൻ പരീക്ഷയുടെ സിലബസ് വെച്ച് പഠിക്കണോ, അതുപോലെ തന്നെ എങ്ങനെയാണ് സിലബസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, SCRT പഠിക്കണോ, NCRT പഠിക്കണോ, റാങ്ക് ഫയൽ വെച്ച് പഠിച്ചാൽ മതിയോ, വീഡിയോ ക്ലാസ് കണ്ടാൽ മതിയോ, ബുക്ക് വെച്ച് പഠിക്കണോ, അങ്ങനെ കുറേ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എല്ലാത്തിനുമുള്ള ഉത്തരം വ്യക്തമായി ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ നൽകുന്നുണ്ട്. ഈ ഒരു പരീക്ഷ ഇപ്പോൾ തൊട്ട് ഒന്നേന്ന് പഠിക്കാൻ തുടങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥി, അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് പഠിച്ചിട്ട് എങ്ങും എത്തിയില്ല, ഇനിയെങ്കിലും ഈ കമ്പനി ബോർഡ് LGS പരീക്ഷയെങ്കിലും ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഈ പരീക്ഷ നേടേണ്ട ഒരു രീതിയും, അതുപോലെ തന്നെ ഈ 2026 ഡിസംബർ ആകുമ്പോഴേക്കും 100% ഈ ഒരു എക്സാം കിട്ടും എന്നുള്ള ലെവലിലേക്ക് എക്സാം എഴുതി റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു മാർഗ്ഗമാണ് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. വീണ്ടും ഞാൻ പറയുവാണ്, ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിലും തുടക്കക്കാരാണെങ്കിലും ഇനി തൊട്ട് ഒന്നേന്ന് പഠിച്ചാലും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വിശദീകരിക്കാം. എല്ലാവർക്കും ഹിയർ ദ നോട്ട്സ് PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഏത് സിലബസ് വെച്ച് ഈ കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് പഠിക്കണം? ഇതിന് പ്രിലിംസ് പരീക്ഷയുണ്ട്, അതുപോലെ തന്നെ മെയിൻ പരീക്ഷയുണ്ട്. സോ പ്രിലിംസിൻ്റെ സിലബസ് വെച്ച് ആദ്യം പഠിച്ചു തുടങ്ങണോ, അതോ മെയിൻസിൻ്റെ സിലബസ് വെച്ച് പഠിച്ചു തുടങ്ങണോ? പലർക്കും ഉള്ള ഒരു സംശയമാണത്. ഇതിൻ്റെ പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞ് ഏകദേശം ഒരു 2 മാസം മാത്രമാണ് മെയിൻ പരീക്ഷയ്ക്ക് നമുക്ക് സമയം കിട്ടുന്നത്. അതുമാത്രമല്ല, ഈ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസ് തമ്മിൽ വളരെ ചെറിയ ഒരു വ്യത്യാസം മാത്രമാണുള്ളത്. പൊതുജനാരോഗ്യം എന്നുള്ള ഒരു എക്സ്ട്രാ ടോപ്പിക്ക് മാത്രമാണ് പ്രിലിംസിന് ശേഷം മെയിൻസിന് എക്സ്ട്രാ ആയിട്ട് കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനി ബോർഡ് LGS പരീക്ഷ ക്രാക്ക് ചെയ്ത് ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് മെയിൻ പരീക്ഷയുടെ LGSൻ്റെ സിലബസ് ഫോക്കസ് ചെയ്ത് ഇപ്പോൾ തൊട്ട് തന്നെ പഠനം ആരംഭിക്കുക. ഇതുവരെ വലുതായിട്ട് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഒന്നേന്ന് ഇപ്പോൾ തൊട്ട് ആത്മാർത്ഥമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. പ്രിലിംസ് പരീക്ഷയ്ക്ക് കട്ട് ഓഫ് കിടക്കുന്ന ഒരു മാർക്ക് മാത്രം നമുക്ക് മതി, എന്നാൽ മെയിൻ പരീക്ഷയ്ക്ക് നല്ല ഹൈ സ്കോർ തന്നെ വേണം. സോ ആദ്യത്തെ ചോദ്യത്തിലുള്ള ഉത്തരം ഏത് സിലബസ് വെച്ച് പഠിക്കണം? മെയിൻ പരീക്ഷയുടെ സിലബസ് വെച്ച് തന്നെ പഠിച്ചു തുടങ്ങിക്കൊള്ളുക. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. 100 മാർക്കിൻ്റെ ഒരു സിലബസ് ആണ് മെയിൻ പരീക്ഷയുടെ ഈ ഒരു കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് PSC പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. 100 ചോദ്യങ്ങൾ. ഈ 100 ചോദ്യങ്ങളിൽ എത്ര മാർക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന ഒരു റാങ്ക് കിട്ടും, അല്ലെങ്കിൽ എത്ര മാർക്ക് മേടിക്കണം എന്നുള്ളത് പല ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു സംശയമാണത്. LGS പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെല്ലാം കൂടുതലായിട്ട് സ്കോർ ചെയ്യാനുള്ള സാധ്യത ഇവിടെ വളരെ കൂടുതലാണ്. സിമ്പിളായിട്ടുള്ള ഒരു പരീക്ഷ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. 100 ചോദ്യങ്ങളിൽ മാക്സിമം സ്കോർ തന്നെ നമുക്ക് മേടിക്കാൻ പറ്റണം. ഒരു 95-ന് മുകളിൽ അല്ലെങ്കിൽ 90-ന് മുകളിലെങ്കിലും വേണം എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടു കൂടി വേണം നിങ്ങൾ പഠനം ആരംഭിക്കാൻ. ഇത്രയും മാർക്കൊക്കെ മേടിക്കാൻ പറ്റുമോ എന്ന് കേൾക്കുമ്പോൾ ഒരു സംശയം തോന്നിയേക്കാം. ഇതൊരു LGS നിലവാരത്തിലുള്ള പരീക്ഷയാണ്. സിമ്പിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. ബേസിക് ആയിട്ടുള്ള PSC ടോപ്പിക്കുകളിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ പക്കായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ടും ആ ഒരു സ്കോറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതിന് വേണ്ടത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പഠനവും കറക്റ്റായിട്ട് പഠിച്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽ വെച്ച് പഠിച്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് റിവിഷൻ ചെയ്യുക. അങ്ങനെ നമ്മൾ സെറ്റായിട്ട് ഇപ്പോൾ തൊട്ടൊന്നിന്ന് പോയാൽ ഉറപ്പായിട്ട് നമുക്ക് ഹൈ സ്കോർ തന്നെ ഈ ഒരു എക്സാമിന് നേടാൻ സാധിക്കും. ഹൈ സ്കോർ മേടിച്ചാൽ നല്ല റാങ്ക് കിട്ടും. ഏകദേശം 3000-ഓളം പേർക്ക് നിയമനം കിട്ടുന്നതാണ്. അതിലൊരാളാകാൻ ഒരു ജോലി, ഒരു തസ്തിക എനിക്കാണ്, ബാക്കി 2999 പേര് ആര് വേണേലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു തസ്തിക എനിക്ക് വേണമെന്നുള്ള ലക്ഷ്യത്തോടെ ഇപ്പോൾ തൊട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുക. സോ മെയിൻ പരീക്ഷയുടെ സിലബസ് വെച്ച് പഠിച്ച് എന്തായാലും ഒരു 90-ന് മുകളിൽ അല്ലെങ്കിൽ 95-ന് മുകളിൽ മേടിക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി നല്ല എഫേർട്ട് ഇട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു 100 മാർക്കിൻ്റെ ഒരു സിലബസാണ് ഈ ഒരു പരീക്ഷയ്ക്കുള്ളത് എന്ന്. ആ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം എന്ന് പലർക്കും സംശയമുണ്ട്. കാരണം ചിലർ ജോലി ചെയ്യുന്നവരായിരിക്കും, വീട്ടമ്മമാരാണെങ്കിലും വീട്ടിലെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് സമയം പലപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുപോലെ ബോയ്സിനാണെങ്കിലും ഈ പറഞ്ഞ പോലെ പല പല തിരക്കുകളും കാര്യങ്ങളുള്ളതുകൊണ്ട് സമയം ഫുൾ ടൈം വെച്ച് ഒരുപക്ഷെ ഒരു ഡേയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ എത്ര മണിക്കൂർ ആവറേജ് നമ്മൾ സെറ്റ് ചെയ്യണം എന്നുള്ളത് സംശയം തുറക്കക്കാർക്കൊക്കെ ഒരുപക്ഷെ ഉണ്ടാവാം. നിങ്ങൾ ആദ്യം പഠനം തുടങ്ങുമ്പോൾ തന്നെ മിനിമം സെറ്റ് ചെയ്യേണ്ട ഒരു സമയം, അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് 3 തൊട്ട് 4 മണിക്കൂറാണ് ഒരു ദിവസം. മിനിമമാണ് ഞാൻ പറയുന്നത്. മാക്സിമം എത്ര വേണേലും പോവാം. പക്ഷേ അതിൻ്റെ കൂടെ ഉറക്കവും കറക്റ്റായിട്ട് പോയെങ്കിൽ മാത്രമേ പരിപാടി നടക്കത്തുള്ളൂ. കാരണം ഉറക്കം പഠനത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലരും ഉറക്കം അളച്ചിരുന്ന് വളരെ കുറച്ച് സമയം മാത്രം ഉറങ്ങി ബാക്കിയുള്ള സമയം പഠനത്തിന് വേണ്ടി ചിലവഴിച്ച് തങ്ങളുടെ ജോലികൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചിലവഴിച്ച് അങ്ങനെ പഠിക്കുന്നവരുണ്ട്. അതും കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ തലവേദനയും അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാതെ വരുന്നൊരു സിറ്റുവേഷൻ, അങ്ങനെ പല പല വിഷയങ്ങളുണ്ടാവും. നമ്മളെപ്പോഴും എത്ര സമയം മാറ്റി വെച്ചാലും
കൺസിസ്റ്റൻ്റ് ആയിട്ട് പാരലായിട്ട് ഉറങ്ങാനൊരു ഇത്ര സമയം നമ്മൾ കണ്ടെത്തണം. ഉറക്കം കളഞ്ഞുള്ള ഭയങ്കരമായിട്ടുള്ള പഠനം തുടർച്ചയായിട്ട് മാസങ്ങളോളം പോയാൽ അത് നെഗറ്റീവ് എഫക്റ്റേ ഉണ്ടാകത്തുള്ളൂ. സോ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം. ഞാനത് വീണ്ടും ആദ്യമേ തന്നെ എടുത്ത് പറയുവാണ്. ഉറങ്ങാനുള്ള മാക്സിമം സമയം സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് വേണ്ട ഒരു സമയം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ ദിവസത്തിലെ സമയത്തിൽ നിന്ന് മിനിമമാണ് 3 തൊട്ട് 4 മണിക്കൂർ വരെ സമയം മാക്സിമം ഒന്നും മാറ്റി വെക്കാൻ ശ്രമിക്കുക. എത്രമാത്രം കൂടുതൽ വെക്കാവോ അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സമയം സെറ്റ് ചെയ്ത് വെച്ച് പഠനം ആരംഭിക്കുക. ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിൽ പഠിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം ഒരുമിച്ച് ഞാനങ്ങ് വിശദീകരിക്കാൻ പോവാണ്. 100 മാർക്കിൻ്റെ ഒരു സിലബസാണ് PSC പരീക്ഷയ്ക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. 100 ചോദ്യങ്ങൾ കറക്റ്റായിട്ട് ഓരോ ഭാഗത്തു നിന്നും എത്ര മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത്, എത്ര സെക്ഷനുകളുണ്ട് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് അവരൊരു സിലബസ് നൽകിയിട്ടുണ്ട്. ആ സിലബസ് കറക്റ്റായിട്ട് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയാൻ പോവുകയാണ്. അതിനു മുമ്പ് ഈ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയലും വീഡിയോ ക്ലാസ്സും എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ വഴിയാണ് ആ ഒരു കോഴ്സ്. സ്റ്റഡി മെറ്റീരിയലൊന്നും കയ്യിലില്ല അല്ലെങ്കിൽ പഠിച്ച് പോകേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഒരു ഐഡിയ ഇല്ല എന്നുള്ളവർക്ക് നമ്മുടെ കോഴ്സ് മേടിച്ചാൽ മതി. ഓരോ ആഴ്ചയിലും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് കുറച്ചായിട്ട് നൽകി നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. വീക്കിലി ആയിട്ടാണ് സ്റ്റഡി മെറ്റീരിയൽ നൽകുന്നത്. റെക്കോർഡഡ് ക്ലാസ്സും നോട്ട്സും ആയതുകൊണ്ട് നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിലും വീട്ടമ്മമാരാണെങ്കിലും അതുപോലെ പഠിക്കുന്നവരാണെങ്കിലും കറക്റ്റായിട്ട് നിങ്ങളുടെ സമയം കണ്ടെത്തി ഫോളോ ചെയ്ത് പോകാൻ പറ്റും. ആദ്യമേ തന്നെ ബൾക്കായിട്ട് കുറേ തരുമല്ല, കുറച്ചായിട്ട് ഓരോ ആഴ്ചയിലും നൽകി പോവാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കോഴ്സ് ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് കോഴ്സിന് ഇൻട്രൊഡക്ഷൻ വീഡിയോയും പഠന രീതിയൊക്കെ മനസ്സിലാക്കി ഇന്ന് തന്നെ ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് താല്പര്യമുള്ളവർ പഠനം ആരംഭിക്കുക. കറക്റ്റായിട്ട് നമ്മൾ തരുന്ന ആ ഒരു മെറ്റീരിയൽ വെച്ച് പഠിച്ചു പോയാൽ വേറെ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എല്ലാം ആ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സിസ്റ്റമാറ്റിക്കായിട്ട് കറക്റ്റായിട്ട് എല്ലാം നൽകും. എക്സാം ആകുമ്പോൾ സിലബസും കംപ്ലീറ്റ് ചെയ്യും. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടേക്കാം. ഓക്കെ, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് താല്പര്യമുള്ളവർ ഇന്ന് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഈ ഒരു എക്സാമിൻ്റെ കറക്റ്റ് സിലബസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നൊരു പക്കാ ബ്ലൂ പ്രിൻറ്റ് ഞാനിവിടെ പറയാൻ പോവാണ്. ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് LGS മെയിൻ പരീക്ഷയുടെ സിലബസിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമാണ്. ഈ LGS മെയിൻ പരീക്ഷയുടെ സിലബസും പ്രിലിംസ് പരീക്ഷയുടെ സിലബസും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമാണുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. അതെന്ന് പറയുന്നത് ഈ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന സെക്ഷനാണ്. ഇത് പ്രിലിംസ് പരീക്ഷയുടെ സിലബസിലില്ല, മെയിൻ പരീക്ഷയുടെ സിലബസിലേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ഏകദേശം പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസിൽ സെയിം ആണ്. ഈ ആനുകാലിക വിഷയങ്ങളെന്ന് പറയുന്ന കാര്യങ്ങൾ പ്രിലിംസിൽ സിലബസിൽ എടുത്ത് പറഞ്ഞില്ലേ പോലും ഓട്ടോമാറ്റിക്കലി അവിടെ ചോദ്യം വരും കറണ്ട് അഫേഴ്സിൽ നിന്ന്. സോ മെയിൻ പരീക്ഷയുടെ സിലബസ് വെച്ച് തന്നെ പഠിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ, ഇനി ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കുക. പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദ്യങ്ങൾ വരുന്നത്. 40 ചോദ്യങ്ങൾ 40 മാർക്ക്. ഏറ്റവും കൂടുതൽ മാർക്കുള്ള ടോപ്പിക്ക് പൊതുവിജ്ഞാനമാണ്. അതുപോലെ തന്നെ ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫേഴ്സ് 20 മാർക്ക്, സയൻസ് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയാണ്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും അത് 20 മാർക്ക്. ഇങ്ങനെയാണ് ടോട്ടൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു LGS പരീക്ഷ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ഒരു 90-ന് മുകളിൽ 90+ മാർക്സ് ആയിരിക്കും. 100 ലക്ഷ്യം വെച്ചാലും കുഴപ്പമൊന്നുമില്ല, അത്രയും മാർക്ക് ലക്ഷ്യം വെച്ച് തന്നെ പഠിക്കുക. കാരണം പരീക്ഷ സിമ്പിളായിരിക്കും, വലിയ കുഴപ്പമില്ലാത്ത രീതിയിലായിരിക്കും പരീക്ഷ നടക്കുന്നത്. ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങളിൽ നിന്നുകൊണ്ട് പിന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ക്യാപ്സുകൾ പോലെ കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽ വെച്ച് പഠിച്ചാൽ തീർക്കാവുന്ന ഒരു സിമ്പിൾ സിലബസാണ് LGS പരീക്ഷയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നല്ല രീതിയിൽ സ്കോർ ചെയ്യും. സോ നിങ്ങളൊരു 90+ മാർക്ക് ലക്ഷ്യം വെക്കണം. അത്രയും മേടിക്കാനും പറ്റും ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു 100 മാർക്കിൻ്റെ സെക്ഷനിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളതും അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു ടെൻഷൻ തരുന്നതുമായിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ഈ പൊതുവിജ്ഞാനമാണ്. 40 മാർക്കാണ് പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ. ചെറിയൊരു ട്രിക്ക് അല്ലെങ്കിൽ ടെക്നിക്ക് ഞാനിവിടെ പറഞ്ഞുതരാം. ഈ പൊതുവിജ്ഞാനം എന്ന് പറയുന്നത് 40 മാർക്കാണെന്ന് പറഞ്ഞു. ആ 40 മാർക്കിൻ്റെ സെക്ഷനെ ഞാൻ 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 20 മാർക്കിൻ്റെ ഒരു സെക്ഷനും 20 മാർക്കിൻ്റെ ഒരു സെക്ഷൻ. ടോട്ടൽ 40 മാർക്കാണല്ലോ. സെക്ഷൻ്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, ഇതൊരു ടെക്നിക്ക്, ഒരു കണക്കിലെ ഒരു കളി വെച്ച് ഞാൻ പറയുവാണ്. അതുപോലെ തന്നെ രണ്ടാമത് കിടക്കുന്ന ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫേഴ്സും അവിടെ 20 മാർക്കാണ്. ഇപ്പോൾ ഈ ഒരു 40 മാർക്കിൻ്റെ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ശരിക്കും ഈ പറഞ്ഞ പോലെ കേരള ചരിത്രം പഠിക്കാനുണ്ട്, ഇന്ത്യൻ ചരിത്രം പഠിക്കാനുണ്ട്, കേരള ഭൂമിശാസ്ത്രം പഠിക്കാനുണ്ട്, ഇന്ത്യൻ ഭൂമിശാസ്ത്രം പഠിക്കാനുണ്ട്, ഇന്ത്യൻ ഭരണഘടന പഠിക്കാനുണ്ട്, പിന്നെ അതുപോലെ കലയും കായികവും സാഹിത്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കമ്പ്യൂട്ടറിൻ്റെ ചില ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് സെക്ഷനുകൾ പഠിക്കാനുള്ള വലിയൊരു ഭാഗമാണ് പൊതുവിജ്ഞാനം എന്ന് പറയുന്നത്.
യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു സിലബസ് അനുസരിച്ച് കണ്ടൻറ്റ് പഠിക്കാനുള്ള സെക്ഷനാണ് പൊതുവിജ്ഞാനം അഥവാ ഈ ഒരു ജനറൽ അവയർനെസ് എന്ന് പറയുന്ന സെക്ഷൻ. അപ്പോൾ അതിനെ 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് ഞാനൊരു 20 മാർക്ക് നമ്മൾ ടോട്ടൽ പഠിക്കാനുള്ള ഇപ്പോൾ ഒരു 1000 പേജാണ്, അതിൽ 500 പേജ് വെച്ച് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിച്ചാൽ മതി. 20 മാർക്കിൻ്റെ 2 സെക്ഷനുകളായിട്ട് ഡിവൈഡ് ചെയ്തു. അതുപോലെ തന്നെ സെയിം ആ 20 മാർക്ക് തന്നെ കറണ്ട് അഫേഴ്സിനുണ്ടെന്ന് വിചാരിക്കുക. ഇതിലൊരു ഭാഗത്തിൻ്റെ യഥാർത്ഥ രീതിയിൽ ഈ പൊതുവിജ്ഞാനത്തിലെ ഒരു 20 മാർക്കിന് ഉൾക്കൊള്ളുന്ന ഭാഗം അത്രയും പഠിച്ചു തീർക്കാൻ എടുക്കുന്ന സമയത്തിൻ്റെ പകുതി പോലും വേണ്ട നമുക്ക് ഈ കറണ്ട് അഫേഴ്സ് 20 മാർക്കിന് തീർക്കാൻ. പക്ഷേ പലരും ആ ഒരു കാര്യത്തിന് അത്രയും ഇമ്പോർട്ടൻസ് നൽകുന്നില്ല. കറണ്ട് അഫേഴ്സ് പുതിയതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് എന്നുള്ള ചിന്തയിൽ കുറേ ഉണ്ടല്ലോ പഠിക്കാൻ, ഇത് എന്തുമാത്രമാണ് പഠിക്കണം, മന്ത്ലി കറണ്ട് അഫേഴ്സ് പഠിക്കണം, സ്പോർട്സ് പഠിക്കണം എന്നൊക്കെയുള്ള ചിന്തയിൽ അവസാനം പഠിക്കാമെന്ന് വെച്ച് ലാസ്റ്റത്തേക്ക് വെക്കും. പക്ഷേ അങ്ങനെ വെക്കരുത്. കറക്റ്റായിട്ട് കറണ്ട് അഫേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു പോയാൽ 20 മാർക്കിലെ മുഴുവനും നമുക്ക് നേടാൻ സാധിക്കും. സിമ്പിളായിട്ട് ബുള്ളറ്റ് പോയിൻറ്റുകൾ പോലെയും എക്സാം ഓറിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു തീർത്താൽ, മന്ത്ലി കറണ്ട് അഫേഴ്സ് എന്നൊക്കെയുള്ള രീതിയിൽ പഠിച്ചു തീർത്താൽ ഞാൻ പറഞ്ഞ പോലെ 20 മാർക്കിലെ മുഴുവനും മേടിക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് റാങ്ക് ലിസ്റ്റിലെ ഫൈനൽ റാങ്കിൽ നൽകും. കാരണം എല്ലാവരും ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കിനൊക്കെ എഫേർട്ട് കൊടുക്കുമ്പോഴും കറണ്ട് അഫേഴ്സ് ചിലപ്പോൾ എല്ലാവർക്കും എല്ലാം കിട്ടണമെന്നില്ല. നമ്മൾ ആ ഒരു സെക്ഷൻ തയ്യാറായി നന്നായിട്ട് പഠിച്ച് സെറ്റായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സെക്ഷനോടൊപ്പം ഇതിലും കൂടുതൽ മാർക്ക് കിട്ടും. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ മറ്റുള്ളവർ ആരും എഴുതാൻ പറ്റാത്ത കറണ്ട് അഫേഴ്സ് ഒക്കെ എഴുതി നമുക്കൊരു ഉയർന്ന മാർക്ക് 4-5 അല്ലെങ്കിൽ 2-3 മാർക്ക് മറ്റുള്ളവരെക്കാട്ടിലും കൂടുതൽ കിട്ടി ഭയങ്കരമായിട്ടുള്ള റാങ്ക് വ്യത്യാസം വന്ന് ആദ്യമേ അങ്ങ് ജോലി അടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. സോ കറണ്ട് അഫേഴ്സ് പക്കായിട്ട് പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കോഴ്സ് മേടിച്ചവർക്ക് അതിനകത്ത് മന്ത്ലി കറണ്ട് അഫേഴ്സ് എന്ന രീതിയിൽ ഓരോ മാസത്തെയും കറണ്ട് അഫേഴ്സ് കറക്റ്റായിട്ട് നൽകിപ്പോവും, വീഡിയോ ക്ലാസ്സും നോട്ട്സുമായിട്ട്. അത് വെച്ച് പക്കായിട്ട് നല്ലപോലെ ഉണ്ട് കണ്ടൻറ്റ് പഠിക്കാൻ. ഓരോ മാസത്തെയും കറണ്ട് അഫേഴ്സ് തന്നെ 1.5 മണിക്കൂറിൻ്റെ ക്ലാസ്സും പിന്നെ അതിൻ്റെ PDF വരും. ആ ക്ലാസ്സിൻ്റെ തന്നെയാണ് PDF. അപ്പോൾ അങ്ങനെ കുറച്ചായിട്ട് ഇപ്പോൾ തൊട്ട് ഒരു മാസത്തിൽ ഒരു 2-3 മാസത്തിൻ്റെ കറണ്ട് അഫേഴ്സൊക്കെ വെച്ച് പഠിച്ച് അങ്ങ് സെറ്റാക്കി പോവുകയാണെങ്കിൽ ഫുൾ കറണ്ട് അഫേഴ്സും എക്സാം ആകുമ്പോൾ തീർക്കാനും പറ്റും. പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ചോദ്യം വരത്തുള്ളൂ, ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. സോ കറണ്ട് അഫേഴ്സ് നമുക്ക് തീർക്കാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചുകൊണ്ട് ആ 20 മാർക്കും അവിടെ സെറ്റാക്കാൻ പറ്റും. ബാക്കി പൊതുവിജ്ഞാനത്തിലേക്ക് ഞാൻ വരാം. 20 മാർക്കിൻ്റെ കറണ്ട് അഫേഴ്സ് അവിടെ ഈ ഒരു രീതിയിൽ പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. ഇനി സയൻസിലേക്ക് വരാം. ഈ സയൻസും അതുപോലെ പൊതുജനാരോഗ്യമൊക്കെ ഒന്നും നിങ്ങൾക്ക് ഇതുവരെ അറിയാൻ മേലും ഈ പറഞ്ഞ സ്കൂളിൽ പണ്ട് പഠിച്ച സയൻസൊക്കെ ഇല്ലേ, നമ്മുടെ ആറ്റവും കാര്യങ്ങളൊക്കെ, ഇതൊന്നും ഓർമ്മയില്ലെങ്കിലും ഇപ്പോൾ തൊട്ട് ഒന്നേന്ന് അങ്ങ് പഠിച്ചു തുടങ്ങിയാലും ഫുൾ സിലബസ് തീർക്കാൻ പറ്റുന്ന സെക്ഷനുകളാണ് ഈ സയൻസും പൊതുജനാരോഗ്യമൊക്കെ. ഒത്തിരി കടൽ പോലെയൊന്നുമില്ല, സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളങ്ങ് പഠിച്ചു പോയാൽ മതി. അത് SCRT ഒക്കെ ബേസ് ചെയ്തും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മുടെ കോഴ്സിൽ തന്നെ അതിൻ്റെ കറക്റ്റായിട്ട് ക്ലാസ്സും നോട്ട്സും അങ്ങ് നൽകി പോകും. അത് വെച്ച് അങ്ങ് സെറ്റായിട്ട് പഠിച്ചാൽ മതി. സയൻസ് ഫുൾ മാർക്കും മേടിക്കാൻ പറ്റും. ഈ ഒരു 10ഉം വലിയ സീനില്ലാത്ത രീതിയിൽ ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും. സോ 20, 10, 30, 10, 40 മാർക്ക് അവിടെ ഓക്കെ ആയല്ലോ. പിന്നെ ഉള്ളത് 20 മാർക്കിൻ്റെ മാത്സ് ആണ്. മാത്സ് ചിലപ്പം പാടുള്ളവരുണ്ട്, എളുപ്പമുള്ളവരുണ്ട്. ശരിക്കും LGS നിലവാരത്തിലുള്ള മാത്സ് എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാത്ത സിമ്പിൾ മാത്സ് ആണ്. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതും നമുക്ക് ഇപ്പോൾ തൊട്ട് പഠിച്ചാൽ ഇനി ഒരു 2 മാസം കഴിഞ്ഞ് തുടങ്ങിയാൽ പോലും, ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് 2026 ജനുവരിയിലാണ്, ഒരു 2 മാസം കഴിഞ്ഞ് തുടങ്ങിയാൽ പോലും കുറച്ചായിട്ട് ഓരോ ദിവസം അങ്ങ് പഠിച്ചു പോയാൽ ഫുള്ളായിട്ട് തീർത്ത് റിവിഷനും ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഈ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത്. മാത്സ് പാടുള്ളവർക്ക് 20 മാർക്കിൽ കുറച്ച് മാർക്ക് പോയിച്ചിട്ട് കുറഞ്ഞാൽ പോലും ബാക്കിയുള്ള ഏരിയകൾ നന്നായിട്ട് പഠിച്ച് സ്കോർ ചെയ്യാം എന്ന് വിചാരിച്ചോണം. മാത്സ് എളുപ്പമുള്ളവർ 20 മാർക്കും നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് പഠിച്ചാൽ ഇതുപോലെ നൈസായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന സെക്ഷനാണ് മാത്സ്. ഇനി പാടുള്ളവരാണെങ്കിൽ പോലും ഇതിൻ്റെ നിയമവും കാര്യങ്ങളൊക്കെ മനസ്സിലായി നന്നായിട്ട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി നല്ല സ്കോർ തന്നെ ഈ ഒരു സെക്ഷനിൽ മേടിക്കാൻ പറ്റണം. അപ്പോൾ ഇത്രയും സെക്ഷനുകൾ പൊതുവിജ്ഞാനം ഒഴികെയുള്ള ആനുകാലിക വിഷയങ്ങൾ, സയൻസ്, പൊതുജനാരോഗ്യം, മാത്സ്, ഇത്രയും സെക്ഷനുകൾ പക്കായിട്ട് ഒന്നേന്ന് ഇപ്പോൾ തൊട്ട് പഠിച്ച് എക്സാം ആകുമ്പോൾ സെറ്റ് ചെയ്തിരിക്കണം. അതിൽ ഫുൾ മാർക്ക് തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു 20, 10, 30, 10, 40, 20, 60 മാർക്ക്. ഇനി എങ്ങാനും ചോദ്യമൊക്കെ 2 ക്യാൻസൽ ചെയ്ത് 58 ആയാലും കുഴപ്പമൊന്നുമില്ല. 60 മാർക്ക് തന്നെ ലക്ഷ്യം വെച്ചു. അവിടെ വേറെ അതൊക്കെ എങ്ങനെ കിട്ടാൻ, അതൊക്കെ കിട്ടുമോ, പോസിബിൾ ആണെന്നുള്ള സംശയം പോലും വേണ്ട. 60 മാർക്കാണ് നിങ്ങൾ പഠിച്ചു, ആ ഒരു 60 മാർക്ക് ലക്ഷ്യം വെക്കുക. ബാക്കി നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ഈ പറഞ്ഞ പോലെ 40 മാർക്കിൻ്റെ പൊതുവിജ്ഞാനം എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ. ശരിക്കും ഞാൻ പറഞ്ഞ പോലെ കേരള ചരിത്രമുണ്ട്, ഇന്ത്യൻ ചരിത്രമുണ്ട്, ലോക ചരിത്രമുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ ഭരണഘടനയുണ്ട്, എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അത് സിസ്റ്റമാറ്റിക്കായിട്ട് സിലബസിൽ നിന്നുകൊണ്ട് PSC ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിൻറ്സും പഠിക്കണം. എക്സ്ട്രാ ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കണം. ഞാൻ പറയാം, ഒരു സബ്ജക്റ്റിന് എക്സാം എടുത്തുകൊണ്ട് ഇപ്പോൾ ഇതിൽ തന്നെ കേരള ചരിത്രത്തിൻ്റെ ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കേരളത്തിലെ സാംസ്കാരിക മുന്നേറ്റങ്ങളും രാഷ്ട്രീയ മുന്നേറ്റങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, നവോത്ഥാനമൊക്കെ ഉണ്ട്. ഈ നവോത്ഥാനം എന്നുള്ള ടോപ്പിക്ക് തന്നെ നമുക്ക് എക്സാം എടുക്കാം. റിനൈസൻസ് അഥവാ നവോത്ഥാനം
ഓക്കെ, ആ ഒരു ടോപ്പിക്ക് എക്സാമ്പിൾ സ്പെല്ലിംഗ് തെറ്റിയെന്ന് തോന്നുന്നു. ഓക്കെ, ആ ടോപ്പിക്ക് തന്നെ എക്സാമ്പിൾ എടുത്തുകൊണ്ട് നമുക്ക് കാര്യങ്ങളങ്ങ് പറഞ്ഞു പോവാം. ഒരുപാട് നവോത്ഥാന നായകന്മാരെ നമുക്ക് പഠിക്കാനുണ്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട്. നിങ്ങൾ പഠിക്കേണ്ടത് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓരോ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ബുള്ളറ്റ് പോയിൻറ്റുകളായിട്ട് അങ്ങ് പഠിച്ചു പോവുക. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാര്, എന്നപോലെ പ്രാചീന മലയാളം എന്ന കൃതി എഴുതിയതാര്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ നവോത്ഥാനമായി നായകന്മാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബുള്ളറ്റ് പോയിൻറ്റുകളായിട്ട് പഠിക്കുക. അതോടൊപ്പം ആ നവോത്ഥാന നായകന്മാരുമായി ബന്ധപ്പെട്ട PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും കറക്റ്റായിട്ട് പഠിക്കുക. ഒരു സബ്ജക്റ്റ് എക്സാമ്പിൾ എടുത്ത് ഞാൻ പറയുവാണ്. അപ്പോൾ പഠിക്കേണ്ടത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബുള്ളറ്റ് പോയിൻറ്റുകളായിട്ട് പഠിക്കുക, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളെല്ലാം പക്കായിട്ട് പഠിക്കുക. ഇത്രയും പഠിച്ചാൽ തന്നെ ഇതിൽ നിന്ന് വരുന്ന ഒരു 99% ചോദ്യവും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. 5 ചോദ്യം നവോത്ഥാനത്തിൽ നിന്ന് വന്നെങ്കിൽ 5 മാർക്കും 5-ലൊരു മിനിമമാണ് ഞാൻ പറയാം 4 മാർക്കും കിട്ടുന്ന രീതിയിലേക്ക് എത്തും. അങ്ങനെയാണ് LGS പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഓരോ ടോപ്പിക്ക്, ഈ പറഞ്ഞ നവോത്ഥാനമായാലും കേരള ചരിത്രത്തിലെ മുന്നേറ്റങ്ങളായാലും ഇന്ത്യൻ ജോഗ്രഫിയിലെ നദികളായാലും ഏത് ടോപ്പിക്കാണെങ്കിലും ഇങ്ങനെ ഈ ഒരു രീതിയിൽ ക്യാപ്സ്യൂൾ പോലെ പഠിച്ച് എക്സാം ആകുമ്പോഴേക്കും തീർത്ത് സെറ്റ് ചെയ്ത് വെക്കണം. എക്സാമിൻ്റെ ഒരു മാസമോ 2 മാസമോ ഒക്കെ മുമ്പ് അങ്ങനെ തീർത്ത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം റാങ്ക് മേക്കിംഗ് ഫാക്സ് എന്ന രീതിയിൽ നമ്മുടെ കോഴ്സൊക്കെ മേടിച്ചവർക്ക് അതിനകത്ത് നൽകും. അതിനകത്ത് ക്യാപ്സ്യൂൾ പോലെ കുറച്ച് നോട്ടോടെ നമ്മൾ നൽകും. എക്സ്ട്രാ ആയിട്ട് എവിടെയെങ്കിലും NCERT ഒക്കെ പോയിന്റ് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടി ചിലപ്പോൾ ഒരു ടോപ്പിക്കിന് ഒരു 3-4 പേജൊക്കെ വരത്തുള്ളൂ. അതുകൂടെ അങ്ങ് പഠിച്ചു തീർക്കുമ്പം സംഭവ സെറ്റാണ്. ഫുൾ കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് ലഭിക്കും. ഇത്രയും കാര്യങ്ങൾ പക്കായായിട്ട് പഠിച്ച കാര്യങ്ങൾ റിവിഷനും ചെയ്ത് എക്സാം ഹോളിൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾക്കൊരു 90 മാർക്കിന് മുകളിലേക്കുള്ള ലെവലിലേക്ക് മേടിക്കാനുള്ള ഒരു ഇതെത്തും, ഒരു ആർജവെത്തും. അതിൽ തന്നെ നമ്മൾ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമുക്ക് ഇത്രയും മേടിക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ നിന്നാലും പരീക്ഷ എഴുതുമ്പോൾ എഴുത്തിൽ ശ്രദ്ധിക്കേണ്ട കുറേ ഘടകങ്ങളുണ്ട്. നെഗറ്റീവൊക്കെ അടിക്കാതെ നമുക്ക് ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ ചില ഉത്തരങ്ങൾ കിട്ടണമെന്നില്ല, ചില അബദ്ധങ്ങൾ പറ്റാം. അങ്ങനെ എക്സാം ഹോളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളോട് ശ്രദ്ധിച്ചു പോയാൽ ആ ഒരു സ്കോറിലേക്ക് ഉറപ്പിക്കാൻ പറ്റും നമ്മുടെ മാർക്ക്. നമുക്കിപ്പം 100 ചോദ്യങ്ങളിലെ 90 ചോദ്യം അറിയാമെങ്കിലും എക്സാം ഹോളിൽ എഴുതുന്ന ഒരു രീതിയുണ്ട്. നമുക്ക് ആ സമയത്തുണ്ടാകുന്ന ചില ടെൻഷനുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ മാർക്ക് കുറഞ്ഞു പോകുന്ന ഒരു സൈക്കോളജിക്കൽ സംഭവമുണ്ട്. അത് വരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എക്സാം ആകുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യും. അത് നിങ്ങൾ ഉറപ്പായിട്ടും കാണണം. അത് ഞാൻ വിശദീകരിച്ച് പറയും, നമ്മുടെ കോഴ്സിലും പറയും, യൂട്യൂബിലും ഒക്കെ പറയും. അത് ഘടന മനസ്സിലാക്കി അതനുസരിച്ച് അങ്ങ് പഠിച്ച് പോയാൽ മതി. അത് മീൻസ് എക്സാം ചെയ്താൽ മതി. അത് സ്വാഭാവികമായി മനുഷ്യനുണ്ടാകുന്ന ഒരു പാനിക്കിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവ് മാർക്കൊക്കെ അടിക്കുന്നൊരു പരിപാടിയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. അപ്പോൾ അതോടെ ഒന്ന് ശ്രദ്ധിച്ച് പോയാൽ ഈ പറയുന്ന അറിയാവുന്ന എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതി ജോലി കിട്ടുന്ന ലെവലിലേക്ക് എത്താൻ പറ്റും. 2026 അവസാനമാകുമ്പോൾ 100% കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന പരീക്ഷ ക്രാക്ക് ചെയ്ത് ജോലി കിട്ടുമെന്ന് ഉറപ്പിച്ച് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് സിലബസ്, നമ്മൾ ഈ ഒരു 100 മാർക്കിൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പക്കായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. LDC അപേക്ഷിച്ച് കുറച്ച് കാര്യങ്ങളെ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളൂ. സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ ജോലി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നന്നായിട്ട് പഠിക്കുക. അടുത്ത അടുത്ത വർഷം എന്ന് പറയുന്നത് ഈ വർഷം തന്നെ അവസാനം ഡിസംബർ ആകുമ്പോഴേക്ക് ഈ എക്സാം എഴുതി ജോലി കിട്ടുമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ കോഴ്സ് വേണ്ടവർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇന്ന് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. താങ്ക്